ഇന്ന് നമ്മളെ ലിവേ പള്ളി പോവണം. കൂടെ എടുപ്പും കൂടെ ഉണ്ട്. കളിക്കും വാ കളിച്ചാലേ ഏതെന്നാണ് പൂൾ മിച്ചു പറഞ്ഞതുപോലെ ഭീമാപ്പള്ളി ഉറൂസിന് ഞങ്ങൾ പോയതാണ്. എനിക്കറിയാം ഇത് നല്ല ലേറ്റായൊരു വീഡിയോ ആണെന്ന്. ഭീമാപ്പള്ളി ഉറൂസ് കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ കുറേ ദിവസങ്ങളായി. ചെന്ന് കയറുന്ന സ്ഥലത്ത് തന്നെ ഇതുപോലെ കുറേ പലഹാരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിട്ട് ലാസ്റ്റ് തിരിച്ചിറങ്ങാൻ നേരം വാങ്ങാമെന്ന് വിചാരിച്ച് ഇല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര പാടാണ്. പിന്നെ ഈ സൈഡിലൊക്കെ കുറേ ടോയ്സും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അതെല്ലാം നമ്മളിങ്ങനെ നോക്കി പോയതല്ലാതെ ഒന്നും വാങ്ങിച്ചില്ല. തിരിച്ചു വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിതേ നേരെ പള്ളി കണ്ടിട്ടുണ്ട്. പള്ളിയിൽ കുറേ ലൈറ്റും വെട്ടമൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ പള്ളി. എന്തായാലും പള്ളിക്ക് അകവും പുറവും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ കുറേ ആൾക്കാർ കുറേ ദിവസം മുന്നേ ഒക്കെ വന്ന് ഇവിടെ താമസിക്കുന്നവരും ഉണ്ട്. പള്ളിക്കകത്ത് നല്ല തിരക്കായിരുന്നു. അതായത് എന്തെങ്കിലും കുട്ടികളെയൊക്കെ മിസ്സായി പോയാൽ പോലും അറിയാൻ പറ്റത്തില്ല, അത്ര തിരക്കുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവർ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ഒരു കുട്ടി 6 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ കാണാതായി എന്നുള്ള കാര്യവും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അത്ര തിരക്കായിരുന്നു. പിള്ളേരൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് അത്ര സൂക്ഷിച്ചാണ് നമ്മളെ കൊണ്ടുപോയത്. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ അവര് ഒരു വെള്ളവും, അതായത് ഓതിയ വെള്ളവും പിന്നെ എണ്ണയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. കാണിക്കിടണം, എന്നാലേ ഇതൊക്കെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു കുഞ്ഞു പള്ളിയും കൂടിയുണ്ട്. അവിടെ ഇതുപോലെയൊക്കെ ഫുള്ളായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ അവിടെയും കയറി. സത്യം പറഞ്ഞാൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അതിനകത്ത്, അതുകൊണ്ടാണ് എടുക്കാത്തത്. പിന്നെ അതെ പിള്ളേർക്ക് വെള്ളം ദാഹിക്കുന്നെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ടിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. പിന്നെ മിച്ചുവിനും ഫർസൂനും ഫാത്തിക്കും ഒക്കെ കുറേശ്ശെ കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിതേ ശംഖുമുഖത്ത് എത്തിയിട്ടുണ്ട്. ശംഖുമുഖത്തെത്തി നമ്മൾ കടൽ കാണാം എന്ന് വിചാരിച്ച് ശംഖുമുഖത്ത് എത്തിയിട്ടുണ്ട്. അപ്പോഴും പിള്ളേരൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങി. ഞാൻ മിച്ചുവിനെ ഇറക്കിയില്ല, കാരണം ഡ്രസ്സൊക്കെ ഫുൾ അഴുക്കാക്കി കഴിഞ്ഞാൽ പിന്നെ വണ്ടി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ഒരു കംഫർട്ടൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ മിച്ചുവിനെ വെള്ളത്തിൽ ഇറക്കില്ല, മണലിൽ കളിക്കാൻ പറഞ്ഞു. പിന്നെ ദേ നമ്മൾ അവിടെ നിന്ന് കടലൊക്കെ ഇങ്ങനെ തിരയൊക്കെ എണ്ണി കഴിഞ്ഞ് പിന്നെ പിള്ളേരൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ച് അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഫർസൂനും ഫാത്തിക്ക് കടലിൽ ഇറങ്ങാൻ പേടിയെന്ന് പറഞ്ഞുകൊണ്ട് മാമതാ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽപ്പുണ്ട്. എന്നിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും അങ്ങ് ഇറങ്ങി. ഞാൻ ഇറങ്ങിയില്ല കേട്ടോ, എനിക്ക് കാലൊക്കെ ഇങ്ങനെ നനഞ്ഞാൽ എനിക്ക് ഒരു കംഫർട്ട് കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഇറങ്ങിയില്ല. പിന്നെ ഗൈസ് എനിക്ക് പേന പെൻസിലും പിന്നെ കവായ് സ്റ്റിക്കറും നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് വിശന്ന് പൊരിഞ്ഞായിരുന്നു. പിന്നെ ഇറാനിയിൽ കയറി മന്തി കഴിച്ചു. പിന്നെ ഗൈസ് മന്തിയാണെങ്കിലേ അടിപൊളിയാണ്. ഇപ്പഴാണെങ്കിലേ